എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സൈന്യബലത്താലല്ല, ശക്തിയാലുമല്ല, ആത്മാവിന്റെ ബലത്താൽ. നോട്ട് ബൈ മൈറ്റ് നോർ ബൈ പവർ ബട്ട് ബൈ മൈ സ്പിരിറ്റ്. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സഖറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ബുക്ക് ഓഫ് സഖറിയ chapter 4 verses 6 and 7. Then he said to me, This is the word of the Lord to Zerubbabel, not by might nor by power, but by my spirit, says the Lord of hosts. Who are you, O great mountain? Before Zerubbabel you shall become a plain, and he shall bring forward the top stone amid shouts of grace to it. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള കർത്താവിന്റെ അരുളപ്പാട് സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ആത്മാവിന്റെ ബലത്താൽ. പ്രതിബന്ധങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ വിജയം നൽകുന്നത് ഭൗമിക ശക്തികളോ വ്യക്തിത്വത്തിന്റെ കരുത്തോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവാണ്. ഈ ശക്തിയെ സ്വീകരിക്കുവാൻ തയ്യാറായാൽ നാം വിജയം നേടുക തന്നെ ചെയ്യും. ചേർന്നൊരാമേൻ പറയാൻ എന്നോടൊപ്പം. ആമേൻ. നമ്മുടെ ജോലിയിൽ, ബിസിനസ്സിൽ, കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, വിദ്യാഭ്യാസത്തിൽ, സാമൂഹിക ബന്ധങ്ങളിൽ വിജയം നൽകുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ആമേൻ. ഒരു കാര്യം നാം എപ്പോഴും ഓർക്കണം, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കരുണയാലാണ് നാം നിലകൊള്ളുന്നത്. വിതൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. കർത്താവിൻ്റെ ഈ വചനം കടന്നു പോകാൻ പറ്റില്ല. കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. റോമലേഖനം 9:16 പറയുകയാണ്, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. വളരെ വ്യക്തമാണ്. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. എന്തു ചെയ്താലും ദൈവഹിതപ്രകാരം ചെയ്യണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 127 സങ്കീർത്തനം 1 വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ
അധ്വാനിക്കുന്നു. കർത്താവ് പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും കർത്താവിന്റെ കരം വേണം. കർത്താവിന്റെ കരമില്ലാതെ ഒന്നും സാധ്യമല്ല. ഒന്നും സാധ്യമല്ല. ബാബിലോണിലെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജനം യെരൂശലേം ദേവാലയവും മതിലും പണിതുയർത്തുവാൻ ശ്രമിച്ചു. സെരുബ്ബാബേൽ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. പക്ഷേ ഭൂരിപക്ഷം ജനങ്ങളും സ്വന്തം ജീവിതം പടുത്തുയർത്തുവാനുള്ള തിരക്കിലായിരുന്നു. അവരിൽ നിന്ന് വേണ്ടത്ര സഹായവും പിന്തുണയും സെരുബ്ബാബേലിന് ലഭിച്ചതുമില്ല. ചുറ്റുമുള്ള ശത്രു ജനതയിലെ പ്രഭുക്കന്മാർ പല വിധത്തിലും ദേവാലയത്തിന്റെയും മതിലിന്റെയും പണിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത്തരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇപ്പോഴും ആൾക്കാർ ചുറ്റിനും നിൽപ്പുണ്ട്, അവസരങ്ങൾ നോക്കി നിൽക്കുകയാണ്. അത്തരത്തിലുള്ള മനുഷ്യരുടെ മനോഭാവം ഇനി ഒരിക്കലും യെരൂശലേമിന്റെ മതിലുകൾ പണിതുയർത്തപ്പെടുകയില്ല എന്ന് ചിന്തിക്കത്തക്കവണ്ണം പ്രതികൂലമായിരുന്നു അന്തരീക്ഷം മുഴുവൻ. ഈ നാളുകളിൽ സഖരിയാവിനുണ്ടായ അരുളപ്പാട് ഇപ്രകാരമായിരുന്നു. ആ വചനഭാഗമാണ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചു കേട്ടത്. എത്ര വലിയ പ്രതിസന്ധികളിലും മഹാപർവ്വതം പോലെ മുന്നിൽ നിന്നാലും അതിനെ ദൈവം ഇടിച്ച് സമഭൂമിയാക്കും. ആയതിന് ദൈവത്തിന്റെ കൃപയ്ക്കായി ആർപ്പിടണം. ഈ കാണുന്ന മനുഷ്യർക്ക് നമുക്ക് വിജയം നൽകാനാവുകയില്ല. എന്നാൽ എല്ലാ വിജയങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. കുതിരയ്ക്കോ സൈന്യബലത്താലോ സമ്പത്തിനോ നമ്മുടെ കഴിവുകൾക്കോ നമ്മെ വിജയിപ്പിക്കുവാൻ സാധ്യമല്ല. വിജയം കർത്താവിൽ നിന്നും മാത്രമാണ്. കർത്താവിനെ കൂടാതെ ഈ ഭൂമിയിൽ നമുക്ക് ഒന്നും സാധ്യമല്ല. കർത്താവ് നമ്മുടെ വെളിച്ചവും രക്ഷയും ജീവന്റെ ബലവും ആകുമ്പോൾ ജീവിതത്തിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. ദൈവാത്മാവിന്റെ കരുത്തുള്ള ദാവീദ് ഇപ്രകാരം പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 27:3-4 വാക്യങ്ങൾ. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. സ്തോത്രം. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കായി നൽകിയത്. സങ്കീർത്തനങ്ങൾ 27:3-4 വാക്യങ്ങൾ. അനുകൂല സാഹചര്യങ്ങളിൽ വളർന്ന ബഹുഭൂരിപക്ഷം മനുഷ്യരും അലസരും നിഷ്ക്രിയരും സുഖലോലുപരുമായി നാശത്തിലേക്ക് കടന്നു ചെന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വേദനകളുടെയും തകർച്ചകളുടെയും മധ്യത്തിൽ ജീവിതം നേടിയവരാണ് പല വലിയ വ്യക്തിത്വങ്ങൾ. നമുക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. തന്റെ ബാല്യകാലം തികച്ചും വേദനാജനകമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിച്ചു. അധികം വൈകാതെ മാതാവും മറ്റൊരു പുരുഷനുമായി ജീവിതം ആരംഭിച്ചു. അനാഥനായ ആ കുഞ്ഞിനെ വലിയമ്മയാണ് വളർത്തിയത്. പലപ്പോഴും മരിച്ചുപോയ പിതാവിനെ ഓർത്ത്, തന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മാതാവിനെ ഓർത്ത് ഐസക് ന്യൂട്ടൺ വിങ്ങിപ്പൊട്ടിക്കരയുമായിരുന്നു. ഇത് കണ്ട് വല്യമ്മച്ചി അവനെ ഇങ്ങനെ ആശ്വസിപ്പിക്കും: മോനെ, ദൈവമാണ് നിന്റെ പിതാവ്, നീ മറക്കരുത്. അവിടുന്ന് നിനക്ക് ആവശ്യമായതെല്ലാം തന്നു വളർത്തും. ആ വാക്കുകൾ അവൻ വിശ്വസിച്ചു. ആ ബാലൻ വളർന്ന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറി. ദൈവത്തിന്റെ വചനം പറയുന്നു 68-ാം സങ്കീർത്തനം 5-6 വാക്യത്തിൽ, ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആകുന്നു. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടിവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. നാം പലരായും നിന്ദിക്കപ്പെട്ടവരാണോ? ഏകാന്തത നമ്മെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടോ? രോഗം തളർത്തിയോ? ഭയപ്പെടേണ്ട. യേശു പറയുന്നു, ഞാൻ ഇമ്മാനുവേൽ ആണ്, നിന്നോട് കൂടെ എന്നും വസിക്കുന്നു. അതിനാൽ സകലതും നഷ്ടപ്പെട്ട നിന്നെ ഒരു പ്രധാന കല്ലായി മറ്റുള്ളവർക്ക് ആശ്ചര്യം തോന്നുന്ന വണ്ണം ഞാൻ നിന്നെ പണിയും. ദൈവത്തിന്റെ വചനം 118-ാം സങ്കീർത്തനം 22-23 വാക്യങ്ങൾ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കുന്നു. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ കഴിവുകൾ എത്ര നിസ്സാരമാകട്ടെ, നാം യേശുവിന്റെ കരത്തിൻ കീഴിൽ താണിരുന്നാൽ യേശു നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. അതിൽ ഒരു മാറ്റവുമില്ല.
ഒരു മാറ്റമില്ല. 144 സങ്കീർത്തനം 1-2 വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു: എന്റെ പാറയാകുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എന്റെ ദയയും എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷയും എന്റെ പരിചയും ഞാൻ ശരണമാക്കിയവനും എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ നമുക്ക് ജയം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നിത്യന്റെ പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി അവിടെ ഞങ്ങളെ കരുതുന്നതിനായി നന്ദിയപ്പ. അവിടുത്തെ ശക്തിയിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവിനെയും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവ്, സ്വന്തം ശക്തിയിലും വിവേകത്തിലും ഊന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലുള്ള ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഉന്നതത്തിലെ ദർശനങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും ഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ മേൽ ദൃഷ്ടിവെച്ച് പറഞ്ഞു തരുന്ന ആലോചനയിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം. വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. ദൂരത്തും ചാരത്തുമായി പഠിക്കാനായി ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അങ്ങ് തരാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. ഞങ്ങളുടെ ശക്തിയിൽ അഹങ്കരിക്കാതെ അവിടെ തരുന്ന നന്മകൾക്ക് എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിക്കാൻ ഓരോ മക്കളെയും സഹായിക്കണം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മക്കൾ യൗവനത്തിൽ തന്നെ അവിടുത്തെ കരുതുന്ന കരം രുചിച്ചറിഞ്ഞ അവരുടെ ശക്തിയിൽ ആശ്രയിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന തലമുറകളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും വന്നിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. രാവിലും പകലിലും ചേലൊടുത്തൻ പാലനം. രാവിലും പകലിലും ചേലൊടുത്തൻ പാലനം. ഭൂവിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. ഭൂവിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ.